ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ ഓഫ് നോളജ് ഹണ്ടർ. അപ്പോൾ നമ്മൾ ഇന്ന് ആറാം ക്ലാസ് ബി എസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ മക്കളെ, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. സോ കൂടുതൽ പറയുന്നില്ല, ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ഇത് അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയം കൊടുത്തിട്ടുണ്ട്, അതുപോലെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് വായിച്ച് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. സോ ഇവിടെ ഓക്കെ തുടങ്ങാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വേരിയസ് ടൈപ്സ് ഓഫ് ഡിവൈസസ്, ടൈപ്പ് ഓഫ് മോഷൻ ആൻഡ് ദെയർ യൂസസ് ആർ ഗിവൺ ബിലോ. കംപ്ലീറ്റ് ദ ടേബിൾ. വ്യത്യസ്ത ഇനം ഉപകരണങ്ങളുടെ ചലന രീതിയും പ്രയോജനവും ചുവടെ നൽകിയിരിക്കുന്നു. പട്ടിക പൂർത്തിയാക്കുക. ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നേരെ ചെയ്തു നോക്കാം. സോ ഇവിടെ മൂവിങ് ഒബ്ജക്റ്റ്, ഏത് ഒബ്ജക്റ്റാണ് മൂവ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ഓഫ് മോഷൻ, ഏത് തരം മോഷനാണ്, ഏത് തരം ചലനമാണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസസ്, അതിൻ്റെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ഉപയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് കൃത്യമായിട്ട് ഇത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ നോക്കാം മക്കളെ. ഒന്നാമത്തേത് ലിഫ്റ്റാണ് ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ അവിടെയുള്ള ടൈപ്പ് ഓഫ് മോഷൻ ഏതാണെന്ന് പറയണം. നമുക്കറിയാം, ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ യൂസ് ടു ഗോ അപ്പ് ആൻഡ് ഡൗൺ ഇൻ ദ ബിൽഡിംഗ്. കെട്ടിടങ്ങളിൽ കയറലും ഇറങ്ങലുമാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ലിഫ്റ്റ് എപ്പോഴും ചലിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും, നേർരേഖയിലായിരിക്കും. അപ്പോൾ ആ ലിഫ്റ്റിലുള്ള ടൈപ്പ് ഓഫ് മോഷൻ ഏതാ മക്കളെ? നമുക്കറിയാം, ലീനിയർ മോഷനാണ്. ലീനിയർ മോഷൻ. സോ ഒന്നാമത്തിൻ്റെ ആൻസറായിട്ട് ഞാൻ എഴുതുകയാണ്. സോ ഒന്നാമത്തിൻ്റെ ആൻസറാണ് ലീനിയർ മോഷൻ. മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നേർരേഖാ ചലനം. നേർരേഖാ ചലനം. ഓക്കെ ആണല്ലോ. സോ അവിടെയുള്ള മോഷൻ ഏതാണെന്ന് കൃത്യമായിട്ട് മക്കളെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. സോ ബി ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ബി പാർട്ടിൽ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്. മൂവിങ് ഒബ്ജക്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഏത് ആണ് വസ്തു ചലിക്കുന്നതെന്ന് കൊടുക്കണം. സോ മക്കളെ കൃത്യമായിട്ട് നോക്ക്. അതുപോലെ തന്നെ ഇവിടെ യൂസും കൊടുക്കാനുണ്ട്. സോ സർക്കുലർ മോഷൻ്റെ ഒരു യൂസ് പറഞ്ഞേ. യൂസ് ഏതാ? നമുക്കറിയാം, സർക്കുലർ മോഷൻ നമ്മൾ കറങ്ങാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഏത് ഒബ്ജക്റ്റിലാണ് നമ്മൾ ഈ സർക്കുലർ മോഷൻ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, വീൽസ് ഓഫ് വെഹിക്കിൾസ്, വാഹനങ്ങളുടെ വെഹിക്കിൾസ്. വീൽസ് ഓഫ് വെഹിക്കിൾ, അതായത് വാഹനങ്ങളുടെ ചക്രങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വീൽസ് ഓഫ് വെഹിക്കിൾസ്. മലയാളം മീഡിയം ഞാൻ പറയുന്നുണ്ട്, എന്ത്, നമ്മളുടെ വാഹനങ്ങളുടെ ചക്രങ്ങളിൽ നിന്ന് എഴുതി വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എയും കഴിഞ്ഞു, ബിയും കഴിഞ്ഞു. ബി ആണ്, ഇത് എ ആണ്. ഓക്കെ. സോ നെക്സ്റ്റ്, അത് എന്തിനാണ് പ്രയോജിക്കുന്നത്? നമുക്കറിയാം, ഒരു വാഹനത്തിൽ എന്തിനാണ് മക്കളെ വീല്, ചക്രം എന്തിനാണ്? ആ വാഹനം ഓടാൻ വേണ്ടി, അല്ലെങ്കിൽ വാഹനം പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അല്ലേ. സോ അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ടു മൂവ് ദ വെഹിക്കിൾ. വാഹനം ചലിക്കാൻ വേണ്ടി എന്ന് മലയാളത്തിൽ കേട്ടോ. റെഡി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്തു. സോ സി. ഇനി അടുത്തത് ഡി ഉണ്ടോ? ഡി ഉണ്ട് അല്ലേ. സോ ഡി നോക്കണേ. ഇവിടെ നമുക്ക് ഭ്രമണമുണ്ട്, കറങ്ങുന്ന കസേര. നോക്കണേ, കറങ്ങുന്ന കസേര കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താ? നമുക്കറിയാം, കറങ്ങുന്ന കസേര ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആ കസേരയിൽ ഇരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചുറ്റിലും അറൗണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അതിൻ്റെ യൂസ് എന്താ? ടു സീ അറൗണ്ട് ദ പർട്ടിക്കുലർ ഏരിയ. ഒരു പ്രത്യേക സ്ഥലം നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് കാണാൻ പറ്റും. പർട്ടിക്കുലർ ഏരിയ, ഒരു പ്രത്യേക സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എല്ലാ ഭാഗവും നമുക്ക് കാണാൻ പറ്റും. ടു സീ ഓൾ ദ കൊടുക്കട്ടെ, അങ്ങനെ കൊടുക്കാം. സോ അതാണ് കുറച്ചും കൂടെ നല്ലത്. ടു സീ ഓൾ ദ ഡയറക്ഷൻസ് വൈൽ സിറ്റിംഗ് ഇൻ ദ ചെയർ. ആ കസാരയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗവും വീക്ഷിക്കാൻ പറ്റും. ഓക്കെ, മലയാളം മീഡിയം അങ്ങനെ എഴുതി വെക്കും. സോ അതും നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. സോ ഡി. അപ്പോൾ നിങ്ങൾക്ക് എ ബി സി 3 മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് ബി ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനുണ്ട്. ബി എവിടെ? ഓക്കെ. സോ മുകളിൽ ഏതെങ്കിലും ഒരു ചലനത്തിൻ്റെ പ്രത്യേക വിശദമാക്കാം. അതായത് റൈറ്റ് ദ പെക്യുലാരിറ്റീസ്
ഓഫ് എനി വൺ ഓഫ് ദ മോഷൻസ് ഗിവൺ ബിലോ. ഇവിടെ നമുക്കറിയാം ഒരുപാട് മോഷൻസ് ഉണ്ട്. ലീനിയർ മോഷൻ ഉണ്ട്, സർക്കുലർ മോഷൻ ഉണ്ട്, റൊട്ടേഷൻ ഉണ്ട്. നമുക്കറിയാം നേർരേഖാ ചലനമുണ്ട്, വർത്തുള ചലനമുണ്ട്, ഭ്രമണമുണ്ട്. ഏതെങ്കിലും ഒന്നിൻ്റെ പ്രത്യേകത വിശദമാക്കാം. നമുക്കറിയാം നേർരേഖാ ചലനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു നേർരേഖയിലായിരിക്കും, ഒരു സ്ട്രൈറ്റ് ലൈനിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ് പാത്തിലൂടെ ആയിരിക്കും. സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴും ഒരു സർക്കുലർ പാത്ത്, ഒരു വൃത്താകൃതിയിലുള്ള പാതയിലൂടെ ആയിരിക്കും. അതുപോലെ തന്നെ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രമണപഥത്തെ അടിസ്ഥാനമാക്കിയിട്ട്, ഒരു ആക്സിസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മോഷനാണ് നമ്മളുടെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭ്രമണം എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒന്നിൻ്റെ പ്രത്യേകതകൾ എഴുതിയാൽ മതി. അത് നിങ്ങൾക്ക് പ്രത്യേകത എഴുതി കഴിഞ്ഞാൽ എൻ്റെ മാർക്ക് കിട്ടും. സോ സി നോക്കണേ, സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ഓസിലേറ്ററി മോഷൻ ആർ ഗിവൺ ബിലോ. അതായത് ദോലന ചലനത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കും. എന്നിട്ട് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കിച്ചു, പ്രസ്താവനകൾ ശരിയായവ ഏതെന്ന് കണ്ടെത്തുക. ചൂസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ അബവ്. അപ്പോൾ ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കണം. സോ ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. വൈബ്രേഷൻ ഈസ് എ ഫാസ്റ്റ് ഓസിലേഷൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? ദ്രുതഗതിയിലുള്ള ദോലന ചലനമാണ് കമ്പനം. അത് ശരിയാണല്ലേ? സോ ശരിയായത് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ഞാനൊന്ന് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിങ്ങനെ ആയിരിക്കും, ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ തന്നെ കറക്റ്റാണ്. വൈബ്രേഷൻ ഈസ് എ ഫാസ്റ്റ് ഓസിലേഷൻ, അത് കറക്റ്റാണ്. അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്തു, ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അടുത്ത് നോക്കണം, മോഷൻ ടുവാർഡ്സ് വൺ ഡയറക്ഷൻ ബേസ്ഡ് ഓൺ എ മീൻ പൊസിഷൻ. മലയാളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ചലനം. നമുക്കറിയാം ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ 2 വശത്തേക്കുമായിരിക്കും, 2 സൈഡിലേക്കുമുള്ള ചലനമാണ്. അതായത് മീൻ പൊസിഷനെ അടിസ്ഥാനമാക്കിയിട്ട് 2 സൈഡിലേക്കുമുള്ള മോഷനാണ് നമ്മളുടെ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കേട്ടോ. ഓക്കെ, 2 തെറ്റാണ്. ഓക്കെ, 2 എന്തോ തെറ്റ്. ഓക്കെ, സോ രണ്ടാമത്തെ തെറ്റ്. സോ മൂന്നാമത്തെ പ്രസ്താവന വായിച്ചു നോക്കാം. മോഷൻ ടുവാർഡ്സ് ബോത്ത് ഡയറക്ഷൻ ബേസ്ഡ് ഓൺ എ മീൻ പൊസിഷൻ. അതായത് തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കുമുള്ള ചലനം. അത് ശരിയാണ്. ഓക്കെ, അത് ശരിയാണ് കേട്ടോ, അത് ശരിയാണ്, ഇത് ശരിയാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും ആൻസർ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നാലാമത്തൊന്ന് വായിച്ചു നോക്കാം. ഓൾ ഓസിലേറ്ററി മോഷൻസ് ആർ വൈബ്രേഷൻസ്. എല്ലാ ദോലനങ്ങളും കമ്പന ചലനമാണ്. അല്ല, ചിലത് മാത്രമേ കമ്പനങ്ങളായിട്ടുള്ളൂ, ചിലത് മാത്രമേ വൈബ്രേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ അതെന്താണ്? തെറ്റാണ്. ഓക്കെ, അത് തെറ്റാണ്. എന്നിട്ട് നമ്മളോട് ഈ ഓപ്ഷൻ എ 1ഉം 2ഉം ആണ് കറക്റ്റ് എന്ന് പറയുന്നു. ഓപ്ഷൻ ബി 2ഉം 3ഉം ആണ് കറക്റ്റ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി 3ഉം 4ഉം ആണ് കറക്റ്റ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി 1ഉം 3ഉം ആണ് കറക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ ഓപ്ഷൻസ് ആണ് കറക്റ്റ്. ഓപ്ഷൻ 1ാമത്തതും 3ാമത്തതുമാണ് കറക്റ്റ്. സോ ഏതായിരിക്കും കറക്റ്റ്? 1ഉം 3ഉം ഉള്ളത് ഏതാ? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ കേട്ടോ. അതായത് 1ഉം 3ഉം ആണ് ശരി. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ കൃത്യമായി മനസ്സിലായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സോ സൈനിങ് ഔട്ട് ഫ്രം നോളജ് ഹണ്ടർ. സോ താങ്ക് യു എവറി വൺ.